കോയമ്പത്തൂർ പോയ വണ്ടിയുടെ സ്പെയർ പാർട്സ് ചെറിയ വിലക്ക് കിട്ടുമെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് ഉക്കിടം ഓൾഡ് മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. വാഹനങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് സ്പെയർ പാർട്സ് കച്ചവടത്തിനാണ് ഇവിടം പേര് കേട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുള്ള ഉക്കിടം എന്ന സ്ഥലത്താണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. MMA മാർക്കറ്റ് അഥവാ മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ് എന്നും ഇതിന് അറിയപ്പെടും. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടാൽ മതി കേട്ടോ. ഉക്കടം ഓൾഡ് മാർക്കറ്റിൽ നിന്ന് ലൊക്കേഷൻ ഇട്ടാൽ നേരെ അവിടെ ചെല്ലാം. എന്നാൽ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് മാത്രമല്ല, ഇലക്ട്രോണിക് സാധനങ്ങളും പ്ലാസ്റ്റിക് ഐറ്റംസും എല്ലാം പുതിയതും പഴയതും കുറഞ്ഞ വിലയിൽ പേശി മേടിക്കാവുന്നതാണ്. യൂണിക്കോൺ 160യുടെ ടാങ്ക് എടുക്കുന്നതിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏതൊരു സാധനം വാങ്ങുവാനും ഒന്നിലധികം കടകളിൽ കയറുന്നതാവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുവാൻ നല്ലത്. മാർക്കറ്റിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബ്രാഞ്ചസ് പോലെ ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം ഇടനാഴികളാണ്. ഈ ഇടനാഴികളിലെല്ലാം ബൈക്കിന്റെയും കാറിന്റെയും എല്ലാം സ്പെയർ പാർട്സിന്റെ കച്ചവടവുമാണ്. ആദ്യത്തെ കടയിൽ 4000 പറഞ്ഞ ടാങ്കിന് 2800 കിട്ടി. അത്യാവശ്യം നല്ല ഭാഷയും ലോക്കലിലുള്ള ആരെങ്കിലും പരിചയവും ഉണ്ടെങ്കിൽ വില പിന്നെയും താഴ്ത്തി മേടിക്കാം. നമ്മുടെ പ്രൊഡക്റ്റ് റെയർ പീസ് ആണെന്നാണ് തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 7000 രൂപയൊക്കെയാണ് വില പറഞ്ഞത്. കൂടാതെ നാട്ടിൽ 160യുടെ ടാങ്ക് അവൈലബിളും അല്ല. ഏതായാലും വില ഉറപ്പിച്ചപ്പോൾ അതിവേഗത്തിൽ ചിന്തിക്കാൻ പോലും സമയം തരാതെ ചേട്ടന്മാർ ടാങ്ക് ഒരു കയ്യിൽ തന്നു. അപ്പോഴാണ് ഓർത്തത് ടാങ്കിന് കീ ഇല്ലല്ലോ എന്ന്. പഴയ കീ ഇതിൽ യൂസ് ചെയ്യാനും പറ്റില്ല. ഇവിടെ അതിനും പരിഹാരമുണ്ട്. മാർക്കറ്റിന്റെ പിൻഭാഗത്തായി ലോറിയും ബസ്സും പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡിന്റെ എൻഡിൽ 100 രൂപയ്ക്ക് ഇൻസ്റ്റന്റ് കീ ഉണ്ടാക്കി തരുന്ന ഒരു കടയുണ്ട്. അവിടെ ചെന്ന് കാര്യം പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് കീ റെഡി. കീ കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നുണ്ടെന്ന്. എന്തായാലും സംഭവം സക്സസ് ആയി. ഒന്നിലധികം പേർക്ക് സെക്കൻഡ് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിലോ ഒന്നിച്ചു വരുന്നതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ കൂടെ ഇവിടെ കയറുന്നതോ ആണ് ലാഭം. കൂടാതെ ഇവിടത്തേക്ക് മാത്രമായി നാട്ടിൽ നിന്ന് വരുന്നത് വലിയ മെച്ചമുണ്ടെന്ന് തോന്നുന്നില്ല.